Friends, welcome to Commerce Bytes. I hope you people are all doing well. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ പാർട്ട് 6 ആണ്. പാർട്ട് 5 വരെ 1, 2, 3, 4, 5 വരെ നമ്മൾ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എന്നാണ് പ്ലേലിസ്റ്റിൻ്റെ പേര്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഓർഡറിലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വേറെയും 10 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ടോപ്പ് മിനി സീരീസ്, റിസർച്ച് സീരീസ്, ഹയർ എഡ്യൂക്കേഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളുടെ വൺ ഓഫ് ആ സ്റ്റുഡൻറ്റ് ചോദിച്ചിരുന്നു, മാം 200 വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് അത്ര കാണുന്നില്ല എന്നുള്ളത്. അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ അബൌട്ട് 200 വീഡിയോസാണ് ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ 170 വീഡിയോസ് ഓൾമോസ്റ്റ് ഓൾ ടോട്ടൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വെച്ച് മാത്രം നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യൂ. അങ്ങനെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ, വെരി ഫ്രൂട്ട്ഫുൾ എന്ന്. ഓക്കെ, നമ്മൾ ഒരു ഏപ്രിൽ ലാസ്റ്റോടു കൂടിയാണ് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാലൻസ് ഓൾഡ് വീഡിയോസിൽ വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാത്തത്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ടുഡേസ് സെഷൻ. ഹിയർ കംസ് യുവർ 7 questions of today's. So, question number 1, name of the Stephen M. Curry associated with. ഏത് ടൈപ്പ് ഓഫ് റിസർച്ചിലേക്കാണ് സ്റ്റീഫൻ എം കുറി എന്നുള്ള ഒരു വ്യക്തി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഫണ്ടമെൻ്റൽ റിസർച്ച്, ഓപ്ഷൻ ബി ആക്ഷൻ റിസർച്ച്, ആൻഡ് ഓപ്ഷൻ സി അപ്ലൈഡ് റിസർച്ച്, ആൻഡ് ഓപ്ഷൻ ഡി സോഷ്യോമെട്രിക് റിസർച്ച്. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ആക്ഷൻ റിസർച്ച്. സ്റ്റീഫൻ എം കോറി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആക്ഷൻ റിസർച്ച് എന്ന റിസർച്ചിലേക്കാണ്. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റിസർച്ച് സീരീസിൽ നമ്മൾ ഈ 4 ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. കാണാത്തവരുണ്ട് അല്ലെങ്കിൽ മിസ് ഔട്ട് ചെയ്ത് പോയവർ ഡെഫിനറ്റായിട്ട് കണ്ടിരിക്കണം. കാരണം റിസർച്ച് നമ്മളുടെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമ്മളത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾക്ക് കവർ ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ടൈമും വേസ്റ്റ് ആവുന്നില്ല, അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യാം, അല്ലേ? ഇനി നിങ്ങൾക്ക് വിരലിലെണ്ണാവുന്ന ദിവസം എന്ന് പറയുന്ന പോലെ ഓഗസ്റ്റ് 14 അടുത്തെത്തി കഴിഞ്ഞു. സോ ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഫ്രൂട്ട്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് മാത്രം നിങ്ങൾ പഠിക്കുക, നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഇവിടെ ആൻസർ ആക്ഷൻ റിസർച്ചാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, NTA നെറ്റിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഈ ഒരു ആക്ഷൻ റിസർച്ച് വളരെ ഫെമിലിയർ ആയിരിക്കാം. കാരണം ഈ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ആക്ഷൻ റിസർച്ച്. ക്വസ്റ്റ്യനിൽ അവർ ആക്ഷൻ റിസർച്ചിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, എന്തായാലും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്ഷൻ റിസർച്ച് ആയിരിക്കും. അങ്ങനെയാണ് അവരുടെ ആ ഒരു രീതി. ഓക്കെ, ആക്ഷൻ റിസർച്ചിനെ ബന്ധപ്പെട്ട് കുറേ അധികം പോയിൻറ്റ്സ് ഞാൻ റിസർച്ച് സീരീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്, ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ച് വീഡിയോ. ഓക്കെ, കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ റിസർച്ച് സീരീസ് എന്ന സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, question number 2, which is the most significant innovation in instructional strategy that emerged from the theory of മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്? ഇതിലിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയും അതുപോലെ തന്നെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസും ഞാൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്ന സീരീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ യു പീപ്പിൾ വിൽ ബി ഡെഫിനറ്റ്ലി come across with these 2 terms, right? Instructional strategy യിൽ പറയുന്നത്, these are the techniques teachers use to help the students become independent and strategic learners. ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടീച്ചേഴ്സ് യൂസ് ടു ഹെൽപ്പ് ദി സ്റ്റുഡൻസ് ബിക്കം ഇൻഡിപെൻഡൻ്റ് ആവാൻ, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലേണേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കേരള സെറ്റിന് എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഐ ആം ഹിയർ എ ടീച്ചർ who is supporting my students.
ഫോർ ടു ബിക്കം ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് ലേണേഴ്സ്. ഇപ്പോൾ ഞാൻ പറയുന്ന കുറേയധികം ടിപ്പുകളും ട്രിക്കുകളും നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ പോവുക. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ കുറച്ച് ടിപ്സും ട്രിക്സും നിങ്ങളുടെ കൈവിരലിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊരു സ്ട്രാറ്റജിക് ലേണേഴ്സ് ആവുകയാണ്. സോ ദീസ് സ്ട്രാറ്റജീസ് become learning strategies when the students independently select the appropriate one and use them effectively to accomplish the task or meet the goal. ഇപ്പോൾ നിങ്ങൾക്ക് കേരള സെറ്റിൻ്റെ എക്സാം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ കുറേ അധികം ടിപ്പുകളും ട്രിക്കുകളും ഉണ്ട്. സോ ദിസ് ഈസ് എ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി. ഓക്കെ, സോ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹോവേർഡിൻ്റെ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ സീരീസിൽ പ്ലേലിസ്റ്റിൽ ഗോ ചെക്ക് ആൻഡ് വാച്ച് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കൊളാബറേറ്റീവ് ലേണിംഗ്, ഓപ്ഷൻ ബി പ്രോസസ് ഓറിയൻറ്റഡ് അപ്രോച്ച്, ഓപ്ഷൻ സി മൾട്ടി മെത്തഡോളജി അപ്രോച്ച് ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഹിയർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷനാണ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയിൽ ദാറ്റ് എമർജ്ഡ് ഫ്രം ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് ദ ആൻസർ വിൽ ബി കൊളാബറേറ്റീവ് ലേണിംഗ്. ഒരു കൊളാബറേറ്റ് ചെയ്ത് പഠിക്കുന്നത് ആ ഒരു വേർഡിൽ തന്നെയുണ്ട്, ആ ഒരു ടേമിൽ തന്നെയുണ്ട് എന്താണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്നുള്ളത്. സോ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത്, ആ ഒരു കൊളാബറേഷനിലൂടെ പഠിക്കുന്നതിനെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ഓപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പ്രോസസ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ്. അതെല്ലാം ആ ഒരു ടേംസിൻ്റെ മീനിങ് പോലെ തന്നെയാണ്. പ്രോസസ് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓറിയൻറ്റഡ് അപ്രോച്ച്, അതായത് പ്രോസസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രോസസ്സിനാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി മെത്തഡോളജി അപ്രോച്ചും ആ ഒരു അപ്രോച്ച് പറയുന്ന പോലെ തന്നെ മൾട്ടി മെത്തേഡ്സ് ഉണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിൽ. ഓക്കെ, യൂസ് ഓഫ് മോർ ദാൻ വൺ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ഓർ ദ റിസർച്ച് ഇൻ എ റിസർച്ച് സ്റ്റഡി ഓർ ദ സെറ്റ് ഓഫ് റിലേറ്റഡ് സ്റ്റഡീസ്. ആ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റഡീസിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസർച്ച് സ്റ്റഡിയിലോ നമ്മൾ മോർ ദാൻ വൺ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മൾട്ടി മെത്തഡോളജി അപ്രോച്ച്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 2 എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. Sampling technique is based on options are option A inductive method, option B deductive method, option C analysis method and option D none. ആദ്യം നമുക്ക് സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം. ഞാനിത് റിസർച്ച് സീരീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം. സാമ്പിളിംഗ് ഇസ് ദ മെത്തേഡ് ദറ്റ് അലൗസ് ദ researcher to infer information about the population based on the results from the subset of the population without having to investigate every individual. അതായത് സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ സാമ്പിൾ നമുക്കുണ്ടാകും, അതിൻ്റെ ഉള്ളിൽ ഒരു പോപ്പുലേഷൻ എടുത്ത് നമ്മൾ നടത്തുന്ന ആ ഒരു റിസർച്ച്, ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇൻഫർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ദിസ് ഇസ് എ ടേം that is the identification of a specific process by which entities of the sample have been selected. നമ്മൾ ആ കുറച്ച് സാമ്പിൾസിനെ ഇപ്പോൾ സെലക്ട് ചെയ്തു എന്ന് പറയുന്നില്ലേ, ആ സെലക്ട് ചെയ്ത സാമ്പിൾസിനെ യൂസ് ചെയ്ത ആ ഒരു ടെക്നിക്കിനെയാണ് സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ സാമ്പിളിംഗ് ടെക്നിക്ക് എപ്പോഴും ഒരു അനാലിസിസ് മെത്തേഡായിരിക്കും. ഓക്കെ, ഒരു അനാലിസിസ് മെത്തേഡ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് എ ഡിഡക്റ്റീവ് മെത്തേഡ് എന്നും പറയാം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നതിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസ് എന്ന മെത്തേഡേ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ അനാലിസിസ് എന്ന മെത്തേഡ് ഇല്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ഡിഡക്റ്റീവ്. കാരണം എന്താണ്, ഡിഡക്റ്റീവിൻ്റെ ഫുൾ ഫോം ഞാൻ നിങ്ങളോട് പല വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് DGP, അതായത് നമ്മളുടെ ആ പോലീസ് റാങ്കിങ്ങിൽ ആ ഒരു റാങ്കിങ് ഓർത്താൽ മതി, DGP എന്നുള്ളത്. ആ ഒരു റാങ്കിങ്ങിൽ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ പോലീസ് എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് DGP, അതായത് ജനറൽ ടു പെർട്ടിക്കുലർ. നമുക്കൊരു വലിയ സാമ്പിൾ ഉണ്ടാകും, അതിൽ നിന്ന് നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, സാമ്പിളിനെ സെലക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് DGP എന്ന് പറയുന്നത്.
അതായത് ഒരു വലിയ സാമ്പിൾ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുറച്ച് സാമ്പിളിനെ സെലക്ട് ചെയ്തെടുക്കുന്നു. സോ ഒരു വലിയ ജനറലിൽ നിന്ന് നമ്മൾ പെർട്ടിക്കുലറിലേക്ക് എത്തുന്നു. ആ ഒരു അപ്രോച്ചിനെ നമ്മൾ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഈ ഒരു ഡിഡക്റ്റീവ് അപ്രോച്ചും ഇൻഡക്റ്റീവ് അപ്രോച്ചും നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം. കാരണം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടുണ്ടാവും. ഓക്കെ, സോ ഡിഡക്റ്റീവ് അപ്രോച്ചും ഇൻഡക്റ്റീവ് അപ്രോച്ചും എന്താ എന്നുള്ളത് മനസ്സിലായി. ഇൻഡക്റ്റീവ് അപ്രോച്ച് ഈ ഡിഡക്റ്റീവ് അപ്രോച്ചിൻ്റെ നേരെ ഉൾട്ടയാണ്. അപ്പോൾ IPG എന്ന് വരും. അതായത് പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക്, ഒരു കുഞ്ഞിതിൽ നിന്ന് വലുതിലേക്ക്, അത് ഇൻഡക്റ്റീവ്. ഡിഡക്റ്റീവ് ആണെങ്കിൽ ഒരു ഡിഡക്റ്റ് ചെയ്യുകയാണ് നമ്മൾ, അതായത് ജനറലിൽ നിന്ന് നമ്മൾ പെർട്ടിക്കുലറിലേക്ക്. ഓക്കെ, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഡിഡക്റ്റ് ചെയ്ത് കൊണ്ടുവരും ജനറലിൽ നിന്ന് പെർട്ടിക്കുലറിലേക്ക്. പക്ഷേ ആ സ്ഥാനത്ത് നമ്മളുടെ ഇൻഡക്റ്റീവോ പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക്, ഒരു കുഞ്ഞിതിൽ നിന്ന് വലുതിലേക്ക്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹു ഗേവ് ദ ഐഡിയ ഓഫ് ഫാക്ടോറിയൽ ഡിസൈൻ? ആരാണ് ഫാക്ടോറിയൽ ഡിസൈൻ പ്രൊപ്പൗണ്ട് ചെയ്തത്? ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ ജോൺ വി ബെസ്റ്റ്, ഓപ്ഷൻ ബി RA ഫിഷർ, ഓപ്ഷൻ സി സ്കിന്നർ, and option D Pearson. Without no doubt we can tell that factorial design propound ചെയ്തത് ജോൺ W ബെസ്റ്റ് ആണ്. സോ ഇവിടെ ഈ ഒരു ഫാക്ടോറിയൽ ഡിസൈനിൽ ഒപ്പോസ് ചെയ്ത് ആർഗ്യൂ ചെയ്ത ഒരാളാണ് RA ഫിഷർ എന്നുള്ളത്. സോ ഫാക്ടോറിയൽ ഡിസൈൻ ആരാ പ്രൊപ്പൗണ്ട് ചെയ്ത് എന്ന് ഏതൊർക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം, ദാറ്റ് ഇസ് ജോൺ W ബെസ്റ്റ്. ഓക്കെ, to the fifth question, CBSE latest directive to hold open book examination will help. Options are: option A prevents rote memorization, option B students by reducing stress, option C students study limited areas, and option D examination redundant. Here the answer will be option B, that is students by reducing stress. CBSE സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും പറയുന്നുണ്ടാവും ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. നമ്മളുടെ കോളേജ് ടൈമിലും നമ്മൾ ഈ ഒരു ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാമിന് ഒരു ട്രൈ ഒക്കെ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഫ്ലോപ്പ്. ബിക്കോസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, ടീച്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു എക്സാമിനേഷൻ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾക്ക് നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നമ്മളുടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവിടെ റെഫറൻസിൽ വയ്ക്കാം, യൂസ് ചെയ്യാം എന്നാണ് ആ ഒരു ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ആ ഒരു എക്സാം എഴുതാം എന്നാണ് അവരുദ്ദേശിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അവരുദ്ദേശിച്ച ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഐഡിയ. പിന്നെ ഈ ഒരു എക്സാമിനേഷൻ ബോർഡിലുള്ളവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാമിനേഷൻ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദി സ്റ്റുഡൻസ് വിൽ ബി ഹാവിങ് റെഡ്യൂസിങ് ദ സ്ട്രെസ്. അവരുടെ സ്ട്രെസ്സ് കുറയുമെന്നാണ് പറയുന്നത്. പക്ഷേ അക്കോർഡിംഗ് ടു മീ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാമിനേഷൻ നടത്തുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ സ്ട്രെസ്ഡ് ഔട്ടും അതുപോലെ തന്നെ ടെൻഷൻ കൂടുകയുള്ളൂ. കാരണം അവർക്ക് അവർക്ക് അറിയണ്ടാവില്ല ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. സോ ടെക്സ്റ്റ് ബുക്കിലെ ഏത് സെക്ഷനാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ കൊണ്ട് അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം റൂയിൻ ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ ഐ പേഴ്സണലി നോട്ട് സപ്പോർട്ട് ദിസ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷന് ഹെൽപ്ഫുൾ അവർ പറയുന്നത്, നമ്മളുടെ ബോർഡ് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കും എന്നാണ്. ലെറ്റ് ഇറ്റ് ബി. ആൻഡ് ദ ആൻസർ വിൽ ബി, ഐ ഓൾറെഡി മെൻഷൻ, സ്റ്റുഡൻസ് ബൈ റെഡ്യൂസിങ് സ്ട്രെസ് എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ്റെ ആൻസർ. വിതൗട്ട് മച്ച് ടൈം, ലെറ്റ്സ് മൂവ് ടു ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. Question number 6, father of micro teaching. Options are: option A B.K. Passy, option B Dewitt Allen, and option C Ned A. Flanter, and option D Bruce Joyce. So here the answer will be, without no doubt we can tell that is Dewitt Allen. കാരണം ബാക്കിയുള്ള പേരുകൾ നമ്മൾ കേട്ടിട്ടേ ഇല്ല അല്ലേ. ആൻഡ് മൈക്രോ ടീച്ചിങ് ഞാൻ നിങ്ങൾക്ക് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് മൈക്രോ ടീച്ചിങ്. അതായത് നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസ് ഇല്ലേ, ആ ഒരു സ്റ്റേജിനെയാണ് മൈക്രോ ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ടീച്ചിങ്, അതിന് കുറച്ച് സ്റ്റെപ്പുകളും പ്രോസസ്സെല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ ഡെയിലി ടോപ്പ് മിനി സീരീസിൻ്റെ ആദ്യത്തെ സീരീസിൽ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്ത് പോയിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് അത് കണ്ടിരിക്കണം, ദാറ്റ്സ് ഫോർ ഷ്യൂർ. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതിന് 100% ഷ്യൂരിറ്റി ഉണ്ട്.
Okay, so let's move to the last question of this series. Moving to the 7th question, which one of the following teaching model belongs to the information processing family? I like this question because ഞാൻ ഒരു 2-3 days ബാക്ക് നിങ്ങൾക്ക് ടീച്ചിങ് മോഡലിൻ്റെ ഒരു ടോപ്പിക്ക്, ഒരു ഫുൾ ഫ്ലെക്ച്ഡ് ആയിട്ടൊരു ടോപ്പിക്ക് എടുത്തിരുന്നു. മിസ് ഔട്ട് ചെയ്തവർ എന്തായാലും കണ്ടിരിക്കണം. ഞാൻ ആ ടോപ്പിക്കിൽ നിങ്ങളോട് 100% ഷ്യൂറിറ്റി പറഞ്ഞതാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തത്. ടീച്ചിങ് മോഡൽസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസാണ്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ, നിങ്ങൾ മിസ്സാക്കാം അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം എന്ന് വിചാരിച്ച് അവോയ്ഡ് ചെയ്യുന്ന ടോപ്പിക്കായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സോ എപ്പോഴും ഒരു ടോപ്പിക്ക് നിങ്ങൾ വിടുമ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, ഹിയർ ദ ആൻസർ വിൽ ബി, നമുക്ക് ഓപ്ഷൻ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓപ്ഷൻ എ ക്രിയേറ്റീവ് മോഡൽ, ഓപ്ഷൻ ബി ജൂറിസ്പ്രുഡൻഷ്യൽ മോഡൽ, ആൻഡ് ഓപ്ഷൻ സി മാസ്റ്ററി ലേണിംഗ് മോഡൽ, ആൻഡ് ഓപ്ഷൻ ഡി കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഞാൻ നല്ല രീതിയിൽ തന്നെ ടീച്ചിങ് മോഡലിനെ പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഉണ്ടാകും. ഗോ ചെക്ക് ഇൻ അവർ പ്ലേലിസ്റ്റ്. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ടീച്ചിങ് മോഡൽ എന്തായാലും കണ്ടിരിക്കണം. ഓക്കെ, സോ നമുക്ക് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് 4 മോഡൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻ, ബിഹേവിയർ ഓൾട്ടറിങ് മോഡൽ, ആൻഡ് പേഴ്സണൽ ബേസിസ് മോഡൽ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏത് മോഡലാണ് ഈ ഒരു ഓപ്ഷനിലുള്ളത് എന്നാണ്. നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം അല്ലേ. സോ ദ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് മോഡലാണ്. ക്രിയേറ്റീവ് മോഡൽ ഏത് മോഡലിൻ്റെ കീഴിലാണ് വരുന്നത്? യെസ്, ക്രിയേറ്റീവ് മോഡൽ പേഴ്സണൽ ബേസിസ് മോഡലിലാണ്. ഓക്കെ, ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. ഞാൻ ഈ ഓരോ മോഡൽസും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ മോഡലിൽ എന്തെല്ലാം ഉണ്ട്, അതുപോലെ പേഴ്സണൽ ബേസിസിൻ്റെ മോഡലിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു നോട്ട്സ് നല്ല രീതിയിൽ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ജൂറിസ്പ്രുഡൻഷ്യൽ മോഡൽ അതൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡലിൽ കീഴിൽ വരും. സോ മൂവിങ് ടു ദ ഓപ്ഷൻ സി, ദാറ്റ് ഇസ് മാസ്റ്ററി ലേണിംഗ് മോഡൽ. മാസ്റ്ററി ലേണിംഗ് മോഡൽ ബിഹേവിയർ ഓൾട്ടറിംഗ് മോഡലിൻ്റെ കീഴിലാണ് അത് വരുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. യെസ്, ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ ഫാമിലിയിൽ വരുന്നതാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഈ ഒരു ടീച്ചിങ് മോഡൽ മറന്നു പോവില്ല. മനസ്സിലായോ? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയുടെ ഉള്ളിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ മോഡൽസ് ഉണ്ട് എന്നുള്ളത് നമ്പർ ബൈ നമ്പറായിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഡൗട്ട് അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അണ്ടർസ്റ്റുഡ്? With this note, we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.